എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിന്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല. 6,160. അതായത് എന്നിട്ട് ഈ കുട്ടി എന്തോ ഒരു ബ്ലോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല. നമ്മള് റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. ഈ വീഡിയോയില് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പലർക്കും തോന്നാം അസൂയയാണ്, കുശുമ്പാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ. ഒരു തേങ്ങയോ അല്ല. ടിയ ആൻഡ് അദ്വിക് ചന്തംകുളം നിമിഷ രാജേഷ് ബ്ലോഗ്സ് യൂട്യൂബർ ആണ്. ഈ വീഡിയോയിൽ ഇവര് കാണിക്കുന്ന കുറെ കാര്യങ്ങൾ കാണുമ്പം പല സമയത്ത് തോന്നിയിട്ടുണ്ട്, എന്ത് ദൂർത്താണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ പട്ടിഷോ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു സമയം കഴിഞ്ഞപ്പം ഇവരുടെ വീഡിയോ കാണുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. ഇപ്പം ഈ ഒരു വീഡിയോ വരാനുള്ള കാരണം എനിക്ക് തോന്നിയ അതേ കാര്യങ്ങൾ പലർക്കും തോന്നിയിട്ടുണ്ട്. ഒരു കുട്ടിയുടെ അമ്മ ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് കാരണവും വേറൊന്നുമല്ല, ഇവർ ഈ കാണിക്കുന്ന ദൂർത്ത്. അതായത് നമ്മള് പിള്ളേർക്കെല്ലാം ആകുമ്പോൾ 1-2 ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കും. ഇവരവിടെ പോയിട്ട് അവിടെ ഉള്ള മാക്സിമം ചോക്ലേറ്റിലെടുത്ത് വാങ്ങിച്ചു കൊടുക്കുക, സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുക. ഒരു വർഷത്തേക്ക് 3-4 ബാഗൊക്കെ പിള്ളേർക്ക് വേണോ? എനിക്കറിയത്തില്ല. ഇവര് പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ ഇവരുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഒരു വർഷത്തേക്ക് 3 ബാഗ്. ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന ഇതുപോലുള്ള പരിപാടികൾ കാണുമ്പോൾ ഈ വീഡിയോസ് കാണുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അതിനേക്കാൾ വലിയ ചിന്ത വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് സാധനങ്ങൾ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തെങ്കിലും വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ല. അവരുടെ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം കുഞ്ഞുങ്ങൾക്ക് ഇല്ലെങ്കിലും ഈ ഒരു വാക്ക് പറയുമ്പം പാരന്റ്സിന് അത് നന്നായിട്ട് ഹേർട്ട് ചെയ്യും. അത് ഈ ടിയ ആൻഡ് അദ്വിക് എന്ന് പറയുന്ന കുട്ടികളുടെ തലയിലോട്ട് ശാപമായിട്ടാണ് വീഴുന്നതെന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം പോലും ഈ പാരന്റ്സ്, അതായത് ഈ വീഡിയോ എടുത്ത് വിടുന്ന നിമിഷ എന്ന് പറയുന്ന ഇവരുടെ അമ്മയ്ക്കില്ല. പലരും പല സാഹചര്യത്തിൽ വളരുന്ന ആൾക്കാരാണ്. അതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർക്ക് പൈസ കിട്ടിയാൽ മതി. അതുകൊണ്ട് എന്തൊക്കെയാണോ ഇവർക്ക് കാണിക്കാൻ പറ്റുന്നത് അതൊക്കെ എടുത്തിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടങ്ങ് ഇടുക. ഇവരുടെ ഓഡിയൻസ് പകുതിയും കുട്ടികളാണ്. പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നും നമ്മുടെ എജുമാർട്ടില് ബാഗ്സ് തന്നെയാണ് പർച്ചേസ് ചെയ്യുക. ടീക്കുട്ടിക്ക് എവിടെ പർച്ചേസ് ചെയ്താലും അത് ശരിയാവില്ല. ബിക്കോസ് എജുമാർട്ടിൽ പർച്ചേസ് ചെയ്താൽ മാത്രമേ ടീക്കുട്ടിക്ക് ബാഗ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ ടിയ? ഓക്കെ ഫൈൻ. അദ്വിക്കിന് ബാഗ് ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ടീക്കുട്ടിയുടെ കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറെ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 4 മില്യൺ എങ്ങാണ്ട് ഫോളോവേഴ്സ് ഉള്ള ചാനലാണ് ഈ ടിയ അദ്വിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്നത് പകുതിയും പ്രൊമോഷൻസ് ആണ്. ഇതൊന്നും ഈ കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല. ഇവരുടെ ബ്ലോഗുകൾ കാണുന്ന കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. ചിലപ്പോൾ വലിയ ആൾക്കാർക്ക് അത് മനസ്സിലാവും, ഇതൊക്കെ പ്രൊമോഷൻ ആണെന്നുള്ളത്. കുട്ടികൾക്കത് മനസ്സിലാവത്തില്ല. ഇവര് ഈ കാണിക്കുന്ന വീഡിയോ കാണുമ്പം അതില് കാണുന്ന പ്രൊഡക്ട്സ് കാണുമ്പം അവർക്കത് വേണമെന്നുള്ള ഒരു ആഗ്രഹം വരും. കാരണം ചെറിയ കുട്ടികളാണ്. സമൻ വിത്ത് ഇൻട്രസ്റ്റിംഗ് നെയിം ട്ടോ. ഇത് കുഞ്ഞു നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സോളം നമ്മളെ കാണാൻ കൊതിച്ചു നിന്നൊരു കുഞ്ഞുവാവയാട്ടോ അത്. എത്രയല്ലേ പഠിക്കുന്നേ? ഗ്രേറ്റ്. ഒരു ഷേക്കിന്റെ കൊടുക്കട്ടെയാ. കുട്ടിക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻ എടുത്തിട്ട് ഗൈസ് നന്നായിട്ട് ഈയുടെ ഹെയറിൽ ഇങ്ങനെ പിടിച്ചാക്കി. ഒരു ഫൈറ്റിങ് കഴിയേണ്ടതായിരുന്നു. പിടിച്ചു. ഓക്കെ. മലേഷ്യയിൽ ഏതാ കണ്ടേ? യെസ്, നമ്മളിത് വാങ്ങി റോണലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്വികുട്ടന്റെ ഫ്രണ്ടിന്. ഇതെല്ലാം നമ്മൾ മലേഷ്യയിൽ നിന്ന് കണ്ട സാധനങ്ങളാട്ടോ. ദിസ് വൺ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എല്ലാം ഇവിടെയൊക്കെ കൊറിയൻ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇതെങ്ങനെ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടായിരുന്നില്ലേ മാഡം? എല്ലാം മന്ദുകൂടെ ക്ലബ് കുട്ടികളെ ക്ലബ് ഉണ്ട്. എല്ലാ മാസവും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഉണ്ടാവും. ഓക്കെ. ലാസ്റ്റ് മന്ത് ഏപ്രിലിൽ നമ്മളൊരു 1 വീക്ക് അടുത്തൊരു ബില്ല് എടുക്കാം കേട്ടോ.
എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിന്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല. ഫുള്ള് സ്നാക്സിന്റെ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് കുട്ടികൾ വന്നിട്ട് അമ്മ ചേച്ചിയുടെ ഇത് കണ്ടില്ലേ, ഞങ്ങൾക്കത് വേണം എന്ന് പറയുന്നത്. അവർക്കത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റില്ല എന്നും പറയേണ്ടി വരും. അവരുടെ നിസ്സഹായാവസ്ഥയാണത്. ഈ കുട്ടി എന്തോ ഒരു വ്ളോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല. നമ്മള് റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയാ മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. യോജിക്കുന്നു. കാരണം ഇപ്പം മറ്റുള്ള പാരന്റ്സ് ജങ്ക് ഫുഡ് ആണെങ്കിലും പാക്കറ്റ് ഫുഡ് ആണെങ്കിലും ടിൻ ഫുഡ് ആണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നത് കുട്ടികളുടെ ഹെൽത്തിനെ സംബന്ധിച്ചുകൊണ്ടായിരിക്കും. ചിലപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ വരും എന്ന് പേടിച്ചിട്ട് വല്ലപ്പോഴൊക്കെ മേടിച്ചു കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ട്, പാടെ അത് ഒഴിവാക്കുന്ന പാരന്റ്സ് ഉണ്ട്. ഇവരുടെ ഈ വ്ളോഗ്സും വീഡിയോസും കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്കിത് മേടിച്ചു തരുന്നില്ല എന്ന രീതിയിൽ അവർക്ക് ചിന്ത പോവും. അത് അവർക്ക് വിഷമായിട്ട് മാറും. മനുഷ്യനും ഇതുവരെ യൂട്യൂബില് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള് ഇന്ന് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാ. കുഞ്ഞു മക്കളുടെ അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കാണുന്ന ടീയക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ടീയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറേ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. അതിപ്പോ എനിക്കിപ്പോ എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും അത് റീച്ച് കിട്ടും. കുട്ടികളുടെ ബ്ലോഗ് എടുക്കുക, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുക. അല്ലാണ്ട് ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് മേടിച്ചു കൊടുക്കുക, അത് കൊണ്ടുപോയിട്ട് പബ്ലിക്കായിട്ട് ഇടുക. ഇതൊന്നും അത്ര നല്ലതല്ല. കാരണം നിങ്ങളുടെ ഓഡിയൻസ് പകുതിയും കുട്ടികളാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തത്. ആ ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ ചാനൽ കുട്ടി ചാത്തങ്കുളം എന്ന് പറഞ്ഞ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണോ എന്നുള്ളത് മനസ്സിലാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് വീഡിയോ ചെയ്തോട്ടെ, വീഡിയോ ചെയ്യണോണ്ട് നമുക്ക് ആർക്കും കുഴപ്പമില്ല. നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പൊ ഈവൻ നമ്മളെല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസും നമുക്ക് താല്പര്യമുള്ള പലതും ഉണ്ടാവില്ലേ. എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മാത്രമല്ലല്ലോ യൂട്യൂബിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഉണ്ടാവുക, അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവർക്കും അവരവര് കോണ്ടന്റ് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്ന് ചെയ്യും. അത് നമുക്ക് എവിടെയും പിടിച്ചെടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങളെയാണ് കൂട്ടുന്നത്. അത് വേറെ ആരുമില്ല. എനിക്ക് എന്റെ മകള് 7 വയസ്സായ മകൾക്ക് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളോ ഇവരെ ഫാമിലി മേടിച്ചു കൊടുക്കുന്ന ഇതിപ്പോ ഇവർക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം ഒരു പക്ഷേ, എല്ലാം പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം. ഇതൊന്നും സാധ്യമല്ല. എനിക്ക് ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അവര് വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ. ഇതാണ് പല കുടുംബത്തിലെയും പലരുടെയും പ്രശ്നങ്ങള്. കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിലും ഇവരുടെ വീഡിയോ കാണുമ്പം ഒരുപാട് മാനസികമായിട്ട് സമ്മർദ്ദം നേരിടുന്നുണ്ടാവാം. പിന്നെ ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കും അവരത് ചെന്ന് പറയാതിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോ ഇട്ട പലരുടെയും കമന്റ് ബോക്സ് ഒന്ന് കാണണം. അവര് പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന രീതിയിൽ കമന്റ്സ് വന്നിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ അവര് നിർത്തി പോവുക, അല്ലെങ്കിൽ അവിടെ മിണ്ടാണ്ടിരിക്കുക. ഹേർട്ട് ചെയ്ത ഭാഗമൊന്നുമില്ല ഷെഫീന എല്ലാം ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവര് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവര് ഫുള്ള് ഷോപ്പിംഗ് സംഭവങ്ങള്. ഇപ്പൊ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നമ്മള് സാധാ കുഞ്ഞു മക്കളൊക്കെ ഇത് കാണുമ്പോ യോ ടീ അത് മേടിച്ചു, കുട്ടി അത് മേടിച്ചു, കുട്ടി ഇത് മേടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? എനിക്കറിയില്ല ഇതെങ്ങനെ. കുഞ്ഞു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ 7 വയസ്സായ എന്റെ മോളുടെ മൈൻഡില് ആ കുട്ടി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവള് ഈ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് കുറച്ചു നേരം കാണും. ആ സമയത്ത് ഇവള് കാണുന്ന വീഡിയോസ് ഫുള്ള് ഈ ടീയ ആ ചലക്കുന്നതാണ് ഇവിടെ എല്ലാ സമയത്തും കണ്ടോണ്ടിരിക്കുന്നത്.
ഇപ്പൊ ഇവരോട് നമുക്ക് നമ്മൾ ആരും ഒന്നുമല്ല കേട്ടോ, നമ്മള് പേഴ്സണലി ഇവരെ കുറിച്ച് ഒന്നുമല്ല, നമ്മൾ സാധാ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് ഇവരെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് തന്നെയാണ് പല കുടുംബത്തിന്റെയും പ്രശ്നം. ഇവരുടെ ചില വീഡിയോസ് ഉണ്ട്, ഒരു വർഷത്തേക്ക് 3 ബാഗ്. എനിക്ക് അറിഞ്ഞൂടാ, നമ്മള് ഒരു ബാഗ് വാങ്ങിച്ച് അത് കീറിക്കഴിയുമ്പോഴായിരിക്കും അടുത്ത ബാഗ് മേടിക്കുക. ഇവര് തുടക്കത്തിലേ 3-4 ബാഗൊക്കെ മേടിച്ച് വെച്ച് കാണിക്കുകയാണ് ഒരു വർഷത്തേക്ക് ഇത്ര ബാഗ്. എന്തിന്? ഷോ ഓഫ് കാണിക്കാനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ കാണിക്കുന്ന ഷോ ഓഫ് കാരണം ബാക്കിയുള്ള ആൾക്കാർ അതിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നല്ല അർത്ഥം. ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സിലോട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഡെവലപ്മെന്റ് ചെയ്തെടുക്കുക എന്നാണ് അർത്ഥം. അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കി അവരെ വേദനിപ്പിക്കുക എന്നല്ല. അതൊന്ന് മനസ്സിലാക്കുക. ശരി എന്നാ.